കഴിഞ്ഞ തവണ ഓരോ ടീമും 35 ലക്ഷം രൂപയുമായാണ് ലേലത്തിൽ പങ്കെടുക്കാനെത്തിയത്. ഇത്തവണ അത് 50 ലക്ഷമായി ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ചവർക്കായി പണം വാരിയെറിയാൻ ഫ്രാഞ്ചൈസികൾ മടിക്കില്ല. കേരളത്തിന്റെ സ്വന്തം IPL-ൽ ഇത്തവണ സഞ്ജു സാംസണുമുണ്ട്. 3 ലക്ഷം രൂപ അടിസ്ഥാന വിലയുള്ള സഞ്ജുവിനായി ടീമുകൾ മത്സരിക്കും. ജലക് സക്സേനയും ലേലത്തിലുണ്ട്. ആകെ 170 താരങ്ങളാണ് ഇക്കുറി KCL രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 15 പേരെ വിവിധ ടീമുകൾ നിലനിർത്തിയിട്ടുണ്ട്. ഏരീസ് കൊല്ലം സെയിലേഴ്സും ആലപ്പി റിപ്പിൾസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും 4 താരങ്ങളെ വീതം നിലനിർത്തിയപ്പോൾ ട്രിവാൻഡ്രം റോയൽസ് 3 പേരെയാണ് റീറ്റെയിൻ ചെയ്തത്. പരമാവധി 4 താരങ്ങളെ വീതമാണ് ഓരോ ടീമുകൾക്കും നിലനിർത്താനാവുക. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്, തൃശൂർ ടൈറ്റൻസ് എന്നീ ടീമുകൾ ആരെയും നിലനിർത്തിയില്ല. കഴിഞ്ഞ തവണ നമുക്ക് ഒരു 14.4 മില്യൺ യുണീക്ക് വ്യൂവേഴ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തവണ അത് കുറേ അധികം കൂടുമെന്നും പിന്നെ സഞ്ജുവും ഈ ജലജും ബാക്കി ഇവരെല്ലാവരും കളിക്കുന്നതുകൊണ്ടും നമ്മുടെ ഈ കഴിഞ്ഞ വർഷത്തെ ഡൊമസ്റ്റിക് സീസണിലെ പെർഫോമൻസ് വളരെ ഭംഗിയായിരുന്നതുകൊണ്ടും കൂടുതൽ ഫാൻസ് വരും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ലേലത്തിൽ പങ്കെടുക്കുന്ന താരങ്ങളുടെ പട്ടിക A, B, C എന്നിങ്ങനെ 3 വിഭാഗങ്ങളാക്കിയിട്ടുണ്ട്. A വിഭാഗത്തിൽപ്പെട്ട താരങ്ങൾക്ക് 3 ലക്ഷം രൂപയാണ് അടിസ്ഥാന വില. B വിഭാഗത്തിൽപ്പെട്ടവർക്ക് 1.5 ലക്ഷം രൂപയും C വിഭാഗത്തിൽപ്പെട്ടവർക്ക് 75,000 രൂപയുമാണ് മിനിമം തുക നൽകേണ്ടത്. IPL താരലേലം ഉൾപ്പെടെ നിയന്ത്രിച്ച ചാരു ശർമ്മയുടെ നേതൃത്വത്തിലാകും ലേലം നടക്കുക. ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 6 വരെയാണ് KCL 2ാം സീസൺ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.